ലോക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുക. ഞാനിവിടെ ഫേസ്ബുക്കാണ് ലോക്ക് ചെയ്യുന്നത്. അത് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും റിക്വയർ ഫേസ് ഐ ഡി ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലോക്കായിക്കോളും. അതിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷൻ ലോക്കായിക്കോളും. നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ഈ കാണുന്ന പോലെ ഫേസ് ഐ ഡി ചോദിച്ചതിന് ശേഷം മാത്രമേ ഫേസ്ബുക്ക് ഓപ്പൺ ആവുള്ളൂ. ഈ ലോക്ക് മാറ്റാനായിട്ട് അതിൽ തന്നെ പിന്നെ ലോങ് ടാപ്പ് ചെയ്തിട്ട് ഡോണ്ട് റിക്വയർ ഫേസ് ഐ ഡി എന്ന് കൊടുത്താൽ മതി. അതിൽ പിന്നെ നമുക്ക് ലോക്ക് മാറിക്കോളും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഹൈഡ് ചെയ്തെന്ന് നോക്കാം. അതേപോലെ തന്നെ അതിൻ്റെ താഴെ റിക്വയർ ഫേസ് ഐ ഡി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഹൈഡ് ആപ്പ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൈഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ഈ ഹൈഡായ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്പ് ലൈബ്രറിയിൽ ഏറ്റവും താഴെ ഹിഡൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ഈ കാണുന്ന പോലെ ഈ ഹിഡൻ ഫോൾഡറിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫേസ് ഐ ഡി ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ഫേസ്ബുക്ക് ഞെക്കുമ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഫേസ് ഐ ഡി ചോദിച്ചുകൊണ്ട് അത് ഓപ്പൺ ആയിട്ട് വരും. ഈ രീതിയിലാണ് നമുക്ക് ഹൈഡ് ചെയ്യുന്നത്, ഹൈഡ് പ്ലസ് ലോക്ക് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലോക്കും ഹൈഡും മാറ്റാനായിട്ട് ഇതേപോലെ തന്നെ ഹിഡൻ ഫോൾഡറിലേക്ക് വരിക, ഇതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫേസ് ഐ ഡി ചോദിച്ചിട്ട് അത് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ അതിൽ പിന്നെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഡോണ്ട് റിക്വയർ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അപ്പോഴത്തേക്കിനും അത് ഓട്ടോമാറ്റിക്കലി അൺഹിഡൻ ആയിക്കോളും. അത് നമുക്ക് ആപ്പ് ലൈബ്രറിയിലായിരിക്കും പിന്നെ വന്ന് കിടക്കുക. നമുക്കത് ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഹൈഡ് ആൻഡ് ലോക്ക് ചെയ്യുന്നത്.